നമസ്കാരം എവരിബഡി, വെൽക്കം ടു മൈ ചാനൽ ദ ചെറിയൻ ഷോ. അങ്ങനെ ജോജു ജോർജിന്റെ വരവ് എന്ന ഫിലിമിന്റെ ട്രെയിലർ ഇറങ്ങിയിരിക്കാനും ഒരു കിടുക്കാച്ച് ടീസർ ആയിരുന്നു. അത് കഴിഞ്ഞാണ് ഇപ്പൊ ട്രെയിലർ ഇറക്കിയിരിക്കുന്നത്. ഈ മാസം തന്നെയാണ് ഇതിന്റെ റിലീസ്. അപ്പൊ നമുക്ക് ട്രെയിലർ അങ്ങ് കണ്ടേക്കാം. കാറ്റുങ്കൽ വീട്ടുപേര്, ഒരു പഴയ വീട് സെറ്റപ്പ്. ഓൾഗ പ്രൊഡക്ഷൻസ്. ഉപകാരം ചെയ്ത ഫോറിനറെ കണ്ടപ്പോ എനിക്ക് ടോക്സിക്കിന്റെ ട്രീസറിനെ ഓർമ്മ വന്നു കേട്ടോ. ആ മദാമെ കണ്ടപ്പോ ജോജു ജോർജ് സ്പോൺസൺ. ഒരൊറ്റ ചവിട്ടുകൊണ്ട് എടുത്ത് മറിക്കുന്നു, ഒരൊറ്റ അടുത്ത കാലുകൊണ്ട്. എന്ത് റെഡിയാണ് ഇത്? ചന്ദ്രലേഖയില് അല്ലേ? ജോജു മാസ് ആക്ഷൻ കാര്യങ്ങളൊക്കെ ഹി ഈസ് ലൈക്ക് ഡിഫൻഡർ. ബാബുരാജ്, ഷമീർ മുഹമ്മദ്. ഭയങ്കര ഫാസ്റ്റ് കേട്ടോ ട്രെയിലർ. കട്ടക്കട്ടക്കട്ടേന്ന് ഷോർട്സുകൾ അങ്ങ് പൊക്കൊണ്ടിരിക്കുക. സാനിയ അയ്യപ്പൻ, മ്യൂസിക് ബൈ സാം CS. ഇതിന്റെ പേരിൽ തെമ്മാടിക്കുഴിപ്പി കിടക്കാനാണ് ഞങ്ങൾക്ക് ഓക്കെ. ഓ പൂഷി, ബാബുരാജിന്റെ പൂഷി കണ്ടോ? ഞാൻ പറയാം ട്രാൻസിഷൻ കണ്ടോ? ഭയങ്കര ട്രാൻസിഷൻസ്. വരവ് ഡയറക്റ്റഡ് ബൈ ഷാജി കൈലാഷ്. ഓ ഒരു ഫ്ലാഷ് ബാക്ക്. അർജുന അശോകൻ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഗെയിം ഓഫ് സർവൈവൽ ജോജു. ട്രെയിലർ എങ്ങനെ ഉണ്ടായിരുന്നു? പൊളി അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ടീസർ ഇറക്കി, ടീസറിന്റെ അകത്തും കുറെ അധികം എലമെന്റ്സ് ഉണ്ടായിരുന്നു. ആ ഒരു ടീസറിന്റെ കണ്ടിന്യൂഷനിൽ തന്നെ ഇവര് ഒരു ട്രെയിലർ ഇറക്കി. ഇനിയിപ്പം നേരെ തിയേറ്ററിലേക്ക് ഇത് കാണാൻ തന്നെ ഇറങ്ങാം. നല്ല പടം. കണ്ടിട്ട് ഒരു റിവെഞ്ച് സംഭവമാണ്. നല്ലൊരു റിവെഞ്ചിന്റെ ഒരു ഇതുണ്ട്. പിന്നെ ഒരു ടിപ്പിക്കൽ ഒരു ഷാജി കൈലാഷ് മൂവി. ഷാജി കൈലാഷും ജോജു ജോർജും രണ്ടുപേരും കൂടെ ഒരു വേറെ ലെവൽ ഒരു കോമ്പിനേഷൻ ആണ്. കാരണം എനിക്ക് തോന്നുന്നു കുറെ നാളായി ഇപ്പൊ അങ്ങനെ പുള്ളി അങ്ങനെ പടങ്ങളൊന്നും അങ്ങനെ വലുതായിട്ടില്ല. ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു നല്ല പടം പുള്ളിയുടെ കടുവയായിരുന്നു ലാസ്റ്റ് പുള്ളിയുടെ ഇറങ്ങിയ പടം. ലാസ്റ്റ് അല്ല, അത് കഴിഞ്ഞിട്ട് 1-2 പടങ്ങൾ ഇറങ്ങി, പക്ഷെ അതൊന്നും അത്ര ക്ലിക്കായില്ല. കടുവയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട പടം ലാസ്റ്റ് പുള്ളിയുടെ. പക്ഷെ പുള്ളിനെ കുറച്ച് ലെവലിലുള്ള പടങ്ങൾ, ഉസ്താദ്, 6-ാം തമ്പുരാൻ, കമ്മീഷണർ, കിങ് ആൻഡ് ദ കമ്മീഷണർ, ഇതൊക്കെ പുള്ളിയുടെ ഫിലിമാണ്. പുള്ളി ഈസ് ലൈക്ക് നരസിംഹം. ഇതെല്ലാം പുള്ളിയുടെ പടങ്ങളാണ്. പുള്ളി മോഹൻലാലിനെ വെച്ച് കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേ ഒരു രീതിയിലാണ് ഈ പടം എനിക്ക് കാണുന്നത്. കാരണം ഒരു പക്ക ഒരു ആക്ഷൻ ഫിലിം വിത്ത് റിവെഞ്ച് സ്റ്റോറി. പിന്നെ ജോർജു ജോർജും കൂടെ ആകുമ്പോൾ മോനെ കിഡു. പുള്ളി കുറെ സീൻസിലൊക്കെ എനിക്ക് പണ്ട് മോഹൻലാൽ ഇടിക്കുന്ന പോലത്തെ സീൻസുകളാണ് എനിക്ക് തോന്നിയത്. ജസ്റ്റ് ഒരു ഓവർവ്യൂ വായിച്ചു പോവാം. ഡയറക്റ്റഡ് ബൈ ഷാജി കൈലാഷ്, ബാനർ ഓൾഗ പ്രൊഡക്ഷൻസ്, പ്രൊഡ്യൂസ്ഡ് ബൈ നേസി റജി, സ്റ്റാറിംഗ് ജോജു ജോർജ്, അർജുൻ അശോകൻ, മുരളി ഗോപി, ബൈജു സന്തോഷ് ആൻഡ് ബാബുരാജ്, വാണി വിശ്വനാഥ്. യെസ്, ഇതാണ് ബാബുരാജിന്റെ വൈഫ്. രണ്ടുപേരും ഉണ്ട് കേട്ടോ. ഞാൻ ആ പേര് മുമ്പ് മറന്നുപോയായിരുന്നു. എനിക്കൊന്ന് ഒട്ടുമിക്ക പടങ്ങളിലൊക്കെ ഷാജി കൈലാഷിന്റെ ഒട്ടുമിക്ക പടങ്ങളിലൊക്കെ പുള്ളിക്കാരി ഉണ്ട്. ഉസ്താദിലൊക്കെ നമ്മൾ കണ്ടുള്ള കുറെ നാളുകൾക്ക് ശേഷമാണ് പുള്ളിക്കാരി സിനിമയിൽ ഇറങ്ങുന്നത്. പിന്നെ ഷമി തിലകൻ, അഭിമന്യു ഷമി തിലകൻ, റിട്ടൺ ബൈ AK സാജൻ. പുള്ളിയാണ് പുതിയ നിയമം, നീയും ഞാനും, അസുരവിത്ത് ഒരു നല്ല കിഡു പടം കേട്ടോ. അപ്പം കൊള്ളാം. നല്ലൊരു ട്രെയിലർ. ഈ മാസം 1-ാം തീയതി ആയിരുന്നു പടം ഇറങ്ങേണ്ടത്. പക്ഷെ എനിക്ക് തോന്നുന്നു അടുത്ത മാസത്തേക്ക് ഇവര് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്.
അപ്പം ഇതൊക്കെ തന്നെ സിനിമ. റിയാക്ഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു കിടക്കാച്ചി വീഡിയോയിൽ കാണാം. അൺടിൽ ദെൻ ടേക്ക് കെയർ.